കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു നോൺ ഹോമോജിനസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്. ലെഫ്റ്റ് സൈഡിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അതിനെ ഹോമോജിനസ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. റൈറ്റ് സൈഡിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇത് സൈൻ എക്സിന്റെയും കോസെക്സിന്റെയും ടേം ഉണ്ട്, പിന്നെ രണ്ടാമതൊരു പോളിനോമിയൽ ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാർ കണ്ടുപിടിക്കണം. 2 cos x മൈനസ് 0.25 സൈൻ എക്സിന്റെയും 0.09 എക്സിന്റെയും പർട്ടിക്കുലർ ഇന്റർവെൽ പ്രത്യേകം കണ്ടുപിടിക്കുക. അപ്പോൾ ടു ഫൈൻഡ് ദ particular interval of 2 cos x minus 0.25 sin x. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ let y is equal to നമ്മൾ എപ്പോഴും എടുക്കുമല്ലോ a cos x plus b sin x be the particular interval, be the particular solution. എന്തായിരിക്കും ഇനി എന്താണ് നമ്മൾ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണല്ലോ നമ്മുടെ പതിവ്. a cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് a sin x, b sin x ൻ്റെത് b cos x, അപ്പോൾ അടുത്ത ഡെറിവേറ്റീവ് sin x ൻ്റെത് cos x, cos x ൻ്റെത് minus sin x. So y dash y double dash y. Now given equation എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക? given equation എന്താണ്? y double dash plus 2y dash plus 0.75y is equal to 2 cos x minus 0.25 sin x. അത്രേ എടുക്കാവൂ, അത്രേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. y double dash ആരാണ്? മൈനസ് a cos x മൈനസ് b sin x പ്ലസ് 2y dash ആരാ? 2 into y dash ആരാണ്? മൈനസ് a sin x പ്ലസ് b cos x പ്ലസ് 0.75 y ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? a cos x പ്ലസ് b sin x is equal to right side എന്താ? 2 cos x minus 0.25 sin x. ലെഫ്റ്റ് സൈഡില് cos x കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന മുഴുവൻ ആൾക്കാർ ഒരുമിച്ച് എടുക്കാമല്ലോ. ഇവിടെ cos x ഉണ്ട്, 2 into b cos x ഉണ്ട്, 0.75 into a cos x ഒരുമിച്ച് എടുത്താലോ. മൈനസ് എ, ഇവിടെ മൈനസ് ഇല്ല, പ്ലസ് 2b അല്ലെ രണ്ടാമത്തെ ടേമിൽ ഇവിടെ 2b, അടുത്ത് ഇവിടെ cos 0.75 into cos x പ്ലസ് sin x ൻ്റെതോ മൈനസ് ബി, ഇവിടെ കണ്ടല്ലോ മൈനസ് 2a അല്ലെ, അടുത്തൂടെ 0.75b. ഓ 0.75a ഉണ്ട്, ആ എ ഇവിടെ എഴുതിയില്ല അല്ലെ, 0.75a into sin x equal to right side 2 cos x minus 0.25 sin x. നോക്കുക ഇവിടെ അടുത്ത സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, മൈനസ് എയും മൈനസ് എയും 0.75 ആകുമ്പോൾ 0.25 അല്ലേ, 0.25
0.25a plus 2b cos x plus minus b minus plus 0.75b ആണ് അല്ലേ? ഇവിടെ minus 2.75 അല്ലേ? 0.25. അപ്പോൾ minus b 0.75 ആവുമ്പോൾ minus 0.25b minus 0.25b minus 2a sin x is equal to 2 cos x minus 0.25 sin x. 2 cos x minus 0.25 sin x. 2 cos x minus 0.25 sin x. Equating coefficient of cos x. Equating terms of cos x in left side, cos x on both sides. We get minus 0.25a plus 2b is equal to 2. അല്ലേ? അതിനെ 1 എന്ന് എടുക്കുക. Equating terms of sin x. Sin x in the terms equate ചെയ്യുമ്പോൾ ആരാ ലെഫ്റ്റ് സൈഡിൽ ആരാ വന്നിരിക്കുന്നത്? minus 0.25b minus 2a is equal to minus 0.25. അപ്പോൾ ഇവിടുന്ന് രണ്ടിടത്ത് 0.25 എന്ത് ചെയ്യാം? സോൾവ് ചെയ്യണം. 1 ഉം 2 സോൾവ് ചെയ്തിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. 1 ഉം 2 സോൾവ് ചെയ്യാനായിട്ട് എളുപ്പവഴി എന്താ? ഇവിടെ 0.25a 0.25a 0.25 എന്ന് വെച്ചാൽ 1/4 അല്ലേ? ഒരു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2a വരുമല്ലോ. അപ്പോൾ 8 into equation 1 എന്താവും? 8 times ആണെങ്കിൽ minus 8 times equation 1 ആകുമ്പോൾ എന്താവും? 2a minus 16b is equal to minus 16 minus 0.25b plus minus 2a is equal to minus 0.25. ഇത് നമ്മൾ ആഡ് ചെയ്യാലോ. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2a minus 2a പോവും. minus 16 minus 16.25b is equal to minus 16.25. ഇവിടെ നിന്ന് b എന്താവും? 1 ആവും. b 1 ആവും. a എന്താവും? ഇവിടെ a എന്ന് വെച്ചാൽ എന്താ? 2a അല്ലെ? രണ്ടാമത്തെ ഇക്വേഷനിൽ 2a is equal to minus 0.25b plus 0.25. അപ്പോൾ എന്താവും? minus 0.25b is minus 0.25. b 1 അല്ലേ? plus 0.25 is equal to 0 അല്ലേ? 2a 0 ആകുമ്പോൾ a എന്താവും? 2a 0 ആകുമ്പോൾ a 0. b 1 a 0. അപ്പോൾ y is equal to 0 cos x plus b 1 sin x അല്ലേ? y is equal to a cos x 0 cos x plus 1 into sin x. അല്ല, പർട്ടിക്കുലർ ഉണ്ടല്ലോ. അങ്ങനെ yp1 is equal to sin x എന്ന് മാത്രം കിട്ടി അല്ലേ? ഇനി പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് എന്ത് കണ്ടുപിടിക്കണം? 0.9x 0.09x അത് കണ്ടുപിടിക്കുക. പർട്ടിക്കുലർ ഇന്റർവൽ ഓഫ് now find the particular interval of point 0.9x എന്തായിരിക്കും ഇവിടെ?
നമ്മൾ നേരത്തെ എന്തെടുത്തു, എങ്ങനെ എടുക്കും? ഇത് പോളിനോമിയൽ അല്ലേ? 0 പോളിനോമിയൽ ഓഫ് ഫസ്റ്റ് ഡിഗ്രി ആണ്. പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുക്കാം. Therefore let y is equal to എങ്ങനെയാ m plus nx be the particular interval. 0.09x ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർട്ടിക്കുലർ ഇന്റർവൽ എന്തെന്നെടുത്തു? m plus nx. അപ്പോൾ കൂടെ y ഡാഷ് വേണം അല്ലേ? y ഡാഷ് എന്താവും? എമ്മിന്റെ ഡെറിവേറ്റീവ് 0, nx ന്റെ n, y ഡബിൾ ഡാഷ് 0 ആവും. അപ്പോ then substituting this in y double dash plus 2y dash plus 0.75y is equal to 0.09x മാത്രം എടുത്താൽ മതിയേ. becomes y double dash 0 plus 2y dash n അല്ലേ plus 0.75 into m plus nx is equal to 0.09x. ഇവിടെയോ 2n plus 0.75m അല്ലേ plus 0.75nx is equal to 0.09x. equating coefficient of x on both sides. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ കോഎഫിഷ്യന്റ് 0.75 n, എക്സിന്റെ റൈറ്റ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 0.09. n എന്താവും ഇവിടെ? 0.09 by 0.75. ഒന്ന് പറഞ്ഞ കാൽക്കുലേറ്റർ അടിച്ച് പറഞ്ഞ എത്ര വരിക? 9/75 അല്ലേ? 9/75 ആകുമ്പോൾ 0.1 0.12. അപ്പോൾ n is equal to 0.12. ഇനി ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടൈം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ടൈം എന്താ? ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ടൈം 2n പ്ലസ് 0.75n അല്ലേ? റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടൈം 0 അല്ലേ? നമുക്ക് n കിട്ടി, അടുത്ത് m കൂടി കിട്ടിയ നമ്മുടെ കാര്യം ഓക്കെ. അപ്പോ 2n is equal to 0.75 m is equal to minus 2n. അപ്പോ m is equal to എന്താവും? minus 2 into 0.75 into n എത്ര? 0.12. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റർ പറയാൻ സാധിക്കൂ? പറ്റൂല. എന്ത് വരും? -24 0.32. ഓക്കെ. അപ്പോ m n ആയല്ലോ. then particular integral is എന്താ? particular integral yp2 is equal to എന്താ നമ്മൾ എടുക്കുന്നത്? m plus nx. m ആര്? 0.32 പ്ലസ് n ആര്? മൈനസ് 0.32 അല്ലേ? ഓക്കെ. പ്ലസ് n ആര്? 0.12x പ്ലസ് 0.12x ആണല്ലോ. Now the general solution is, general solution എന്താ വന്നേ?
y is equal to homogeneous solution plus particular interval 1 plus particular interval 2. That is y is equal to C1 into e raised to minus x by 2 അല്ലേ അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ plus C2 into e raised to minus 3x by 2 minus 3x by 2 plus particular interval 1 ആയതാ sin x അത്രേ ഉള്ളൂ അല്ലേ അങ്ങനെ പോയി sin x പിന്നെ particular interval 2 minus 0.32 plus 0.12x ഇതാണ് y. നമുക്ക് ഇനി എന്ത് വേണം ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം C1 C2 കണ്ടുപിടിക്കണം ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലേ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടില്ലേ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം നോക്കിയാ ഇനിഷ്യൽ y0 y'0 തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ C1 C2 കണ്ടുപിടിക്കണം എന്താ y ഓഫ് y ഡാഷ് എന്താ y ഡാഷ് y ഡാഷ് എന്താ ഇവിടെ C1 into e raised to minus x by 2 ന്റെ minus C1 by 2 e raised to minus x by 2 minus 3C2 by 2 e raised to minus 3x by 2 sin x ന്റെ ഡെറിവേറ്റീവ് cos x ഇതിന്റെ ഡെറിവേറ്റീവ് 0 മറ്റേതിന്റെ ഡെറിവേറ്റീവ് 0.12 ഇനി ഇവിടെ y of 0 y dash 0 ആണ് അല്ലേ y of 0 എത്ര ഇവിടെ x ന് 0 കൊടുത്താൽ മതിയല്ലോ C1 into e raised to 0 1 C2 into e raised to 0 plus sin 0 0 minus 0.32 മറ്റേത് 0 ആവും അല്ലേ അപ്പോൾ y of 0 എത്ര തന്നിട്ടുണ്ട് y of 0 എത്ര തന്നിട്ടുണ്ട് 2.78 അപ്പോൾ ഇവിടെ 2.78 ഇവിടെ C1 plus C2 sin 0 0 minus 0.32 is equal to 2.78 അല്ലേ ഈ 0.32 റൈറ്റ് സൈഡ് പോയാലോ അപ്പോൾ C1 plus C2 is equal to 2.78 plus 0.32 ഇപ്പോൾ 2.8 ഉം 3.1 ആവും ശരിയാണ് അടുത്ത് y dash 0 x നൂടെ 0 കൊടുത്താൽ y dash കൂടെ കണ്ടുപിടിച്ചേക്കല്ലേ minus C1 by 2 into 1 e raised to 0 1 minus 3C2 by 2 into 1 plus cos 0 1 ആണ് plus 0.12 ഇവിടെ നമുക്ക് ചെയ്യാലോ minus C1 by 2 minus 3C2 by 2 plus cos 0 1 plus 0.12 is equal to y dash 0 തന്നിട്ടുണ്ട് എത്ര y dash 0 minus 0.43 ആണ് അപ്പോൾ 2 കൊണ്ട് ത്രൂ മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലെങ്കിൽ minus C1 by 2 minus C1 by 2 minus 3C2 by 2 plus 1.12 അല്ലേ plus 1.12 is equal to minus 0.43 ഒരു 2 കൊണ്ട് ത്രൂ മൾട്ടിപ്ലൈ ചെയ്താൽ minus C1 minus 3C2 plus 2.24 is equal to minus 0.86 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ minus C1 minus 3C2 is equal to minus 0.86 plus 2.24 or minus C1 minus ഇവിടെ minus 3C2 is equal to minus 2.3
3.1. So C1 plus 3C2 is equal to 3.1. Minus cut ചെയ്താലേ ഇത് equation B. Equation A C1 plus C2. Solving A and B. C1 plus C1 plus C2 3.1. C1 plus 3C2 3.1. A and B. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. A minus B is equal to C1 minus C1 0. C2 minus 3C2 അല്ലേ. Minus 2C2 is equal to 0. അപ്പൊ C2 എന്താവും? That is C2 0 ആണല്ലോ. C1 plus C2 3.1 അല്ലേ. C1 plus C2 is equal to 3.1 അല്ലേ. അവിടെ C1 plus 0 is equal to 3.1 ആവും. So C1 is equal to 3.1. So C1 3.1, C2 0. അപ്പോൾ എന്താവും? Hence the general solution is, hence the final solution is അല്ലേ. C1 C2 എല്ലാം ആയല്ലോ. Y is equal to C1 3.1 e raised to അങ്ങനെയല്ലേ നോക്കിയേ ഇതല്ലേ. C1 ഇതാണല്ലോ. C1 e raised to minus x by 2 plus C2 e raised to minus 3x by 2 plus sin x minus 0.32 plus 0.12x. അപ്പോൾ 3.1 e raised to minus x by 2. അടുത്ത C2 0 ആയി. അപ്പോൾ അത് വേണ്ട അല്ലേ. പ്ലസ് സൈൻ എക്സ് പ്ലസ് 0. അല്ലേ മൈനസ് 0.32 പ്ലസ് 0.12x. ഇതല്ലേ ആൻസർ. ചെയ്ത് നോക്കുന്നതാണ് കിട്ടിയേ. ഇതല്ലേ കിട്ടിയേ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നല്ലോ അവിടെ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നല്ലോ ഹോംവർക്കില്. y double dash plus 3y dash plus 2.25y is equal to minus 10 e raised to minus 1.5x, comma y of 0 1 y dash 0 0. ആദ്യം ഹോമോജിനസ് സോൾവ് ചെയ്യാം അല്ലേ. ഹോമോജിനസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? y double dash plus 3y dash plus 2.25y is equal to 0. That is auxiliary equation അല്ലേ. y double dash ന് m square, y dash ന് m, y ക്ക് 1 കൊടുത്താൽ മതിയല്ലോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.25 ആഡ് ചെയ്യുമ്പോൾ 3 വരുന്ന ആൾക്കാരായിരിക്കും അറിയാം. ആ 15ന്റെ സ്ക്വയർ 225 അല്ലേ. അപ്പോൾ 1.15ന്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നോക്കിയേ m പ്ലസ് 1.15 ഇൻറ്റു m പ്ലസ് 1.15 അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4 മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a വെച്ച് അപ്ലൈ ചെയ്താൽ എമ്മിന്റെ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ m is equal to minus 1.15 കോമ minus 1.15 ഇങ്ങനെ കിട്ടും അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? m is equal to minus 1.15 is a characteristic root with multiplicity 2. Oh, 1.5 വരുള്ളൂ. 1.5 വരുള്ളൂ. ആ 1.5 ശരി ശരി 5 ഞാൻ 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇതിനെ മാറ്റി 1.5.
1.5 is a characteristic root with multiplicity 2 അല്ലേ? 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? എങ്ങനെ എഴുതിയതിന് ഒരു ഉദ്ദേശമുണ്ട്. കണ്ടോ? റൈറ്റ് സൈഡ് കണ്ടോ നിങ്ങൾ? റൈറ്റ് സൈഡ് e⁻1.5 ആണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ടിന്റെ മൾട്ടിപ്ലിസിറ്റി 2 ആണ്, -1.5. ഹെൻസ് എന്ത് സൊല്യൂഷൻ? ഹോമോജിനസ് സൊല്യൂഷൻ എന്താവും? Homogeneous solution is y is equal to c1 plus c2x into അറിയാത്തവരാരും ഇല്ലല്ലോ. c1 plus c2x into e⁻1.5x അല്ലേ? ഹോമോജിനസ് സൊല്യൂഷൻ ഇതല്ലേ? ഹോമോജിനസ് സൊല്യൂഷൻ homogeneous solution ആയല്ലോ. ഇനി particular integral വേണം അല്ലേ? What is particular integral? Particular integral of right side ആരാ വന്നേ? -10 into e⁻1.5x അല്ലേ? ഇതിന്റെ പർട്ടിക്കുലർ ഇന്റർവൽ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ഹിയർ -1.5 is a characteristic root with multiplicity 2. അതാണ് ഇതിന്റെ പവർ. ഇതിന്റെ പവറിൽ -1.5 അല്ല, മറ്റേത് വന്നാലും നമ്മൾ പർട്ടിക്കുലർ ഇന്റർവൽ എങ്ങനെ എടുക്കുള്ളൂ? c into e⁻, എന്താണോ അവിടെ വന്നിരിക്കുന്നത് അത് എടുക്കുള്ളൂ. പക്ഷേ ഇവിടെ -1.5 വന്നതുകൊണ്ട് എന്തായിരിക്കും പർട്ടിക്കുലർ ഇന്റർവൽ? ഒന്ന് പറയാരെങ്കിലും. എന്തായിരിക്കും ഇവിടുത്തെ പർട്ടിക്കുലർ ഇന്റർവൽ? അക്ഷയ്, എന്തായിരിക്കും ഇവിടുത്തെ പർട്ടിക്കുലർ ഇന്റർവൽ? അതോ വിദ്യ പറഞ്ഞേ, എന്തായിരിക്കും പർട്ടിക്കുലർ ഇന്റർവൽ? വിദ്യയല്ലേ? എന്തായിരിക്കും പർട്ടിക്കുലർ ഇന്റർവൽ? നമ്മൾ സാധാരണ റൈറ്റ് സൈഡ് e⁻ax വന്നാൽ നമ്മൾ c into e⁻ax ആണ് പർട്ടിക്കുലർ ഇന്റർവൽ ആയിട്ട് എടുക്കുന്നത്. ശരിയാണോ? ഇവിടെ ഈ എന് പകരം ആര് വന്നിരിക്കുന്നു? ക്യാരക്ടറിസ്റ്റിക് റൂട്ട് വിത്ത് മൾട്ടിപ്ലിസിറ്റി 2 വന്നിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും പർട്ടിക്കുലർ ഇന്റർവൽ? c into square x square into -1.5x e⁻1.5x. അവിടെ x സ്ക്വയർ മൾട്ടിപ്ലൈ ആണ് അല്ലെ? cx square e⁻1.5. ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇവിടെ y ഡാഷ് കണ്ടുപിടിക്കാമല്ലോ. y ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? y ഡാഷ് കണ്ടുപിടിക്കാൻ c into ഫസ്റ്റ് ഫംഗ്ഷൻ x സ്ക്വയർ into ഡെറിവേറ്റീവ് ഓഫ് e⁻1.5x -1.5 e⁻1.5x പ്ലസ് e⁻2x into e⁻1.5x. അപ്പൊ എന്താവും? c into -1.5x square plus 2x into e⁻1.5x. ഇതാണ് y ഡാഷ്. Again differentiating with respect to x. y നെ with respect to x നെ differentiate ചെയ്യുമ്പോൾ y ഡാഷ് കിട്ടും. Again differentiating y dash with respect to x, we get y double dash. First function c constant ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. Into derivative of second -1.5 into e⁻1.5x plus second function
into derivative of first എന്താ minus 3x അല്ലേ 2 into minus 1.5 2 into minus 1.5 minus 3 അല്ലേ plus 2 y double dash എന്താവും c കോമൺ എടുത്താൽ ഇവിടെ minus 1.5 minus 1.5 എന്താവും 2.25 x square plus minus 1.5 2 കൂടി minus 3x ഇവിടെയാണെങ്കിൽ minus 3x plus 2 into e raised to minus 1.5x ഇവിടെ എന്താ വരിക y double dash is equal to c into 2.25 x square minus 6x plus 2 e raised to minus 1.5x y ആയി y dash ആയി y double dash ആയല്ലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ എന്താവും given equation y double dash plus 3y dash plus 2.25y is equal to minus 10 e raised to minus 1.5x becomes y double dash in the place നമ്മൾ എന്ത് കൊടുക്കും c into 2.25x square അല്ലേ 2.25x square minus 6x plus 2 e raised to minus 1.5x plus 3 into y dash എന്ത് കൊടുക്കാം c into y dash അവിടെ ഉണ്ടല്ലോ minus 1.5x square plus 2x minus 1.5x square plus 2x into e raised to minus 1.5x plus 2.25 c x square e raised to minus 1.5x അതിലെ y is equal to minus 10 e raised to minus 1.5x നോക്കിയേ ഡിവൈഡിങ് e raised to minus 1.5x രണ്ട് സൈഡിലുണ്ട് ഡിവൈഡ് ചെയ്ത് കളയാം പിന്നെ എല്ലാത്തിലും c ഉണ്ട് c ഔട്ട്സൈഡ് എടുത്തു 2.25x square minus 6x plus 2 ഇവിടെ 3 അകത്ത് പോകും അല്ലേ minus 3 into 1.5 എന്താ 15 into 3 45 അല്ലേ 4.5x square 3 into 2x 6x plus 2.25x square is equal to minus 10 x square minus 10 minus 10 മാത്രം e raised to minus 1.5x കളഞ്ഞല്ലോ ഡിവൈഡ് ചെയ്ത് കളഞ്ഞു ഇവിടെ നോക്കിയേ 2.25x square 2.25x square 4.5 minus 4.5 പോയല്ലോ 6x minus 6x എന്തായി 6x minus 6x ക്യാൻസൽ ചെയ്യും അതിന്റെ 2 അല്ലേ അപ്പോ ഇവിടെ 2 മാത്രമല്ലേ ബാക്കിയുള്ളൂ c into 2 is equal to minus 10 അപ്പോൾ എന്താവും c എന്താവും c is equal to minus 10 by 2 is equal to minus 5 c is equal to minus 5 ആവുമല്ലോ അപ്പോ particular interval എന്താവും then particular solution is y is equal to c എന്ന് വെച്ചാൽ എത്ര minus 5 അല്ലേ minus 5 x square into e raised to minus 1.5x
ആണ് പർട്ടിക്കുലർ ഇന്റർവെൽ അല്ലേ. അപ്പോ ഹോമോജിനസ് സൊല്യൂഷനായി ഇതവിടെ കൊണ്ട് particular solution I, then general solution is y is equal to homogeneous solution plus particular solution. Homogeneous solution നമുക്ക് അവിടെ കിട്ടിയല്ലോ. എന്താണ് C1 plus C2x into e raised to minus 1.5x ആണ്. C1 plus C2x into e raised to minus 1.5x plus particular interval ഇപ്പുണ്ട് minus 5x square e raised to minus 1.5x. ഇത് y dash എടുക്കാലോ. എന്താ y dash? y dash എന്താണ്? എന്താ y dash വരും? ഇവിടെ ഡെറിവേറ്റീവ് എടുക്കാനോ? C1 plus C2x into derivative of e raised to minus 1.5x എന്താ? e raised to minus 1.5 into e raised to minus 1.5x plus e raised to minus 1.5x into derivative of first C2 മാത്രമേ ഉള്ളൂ. മൈനസ് ഇവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. minus 5 into x square into e raised to minus 1.5x ന്റെ ഡെറിവേറ്റീവ് എന്താ? minus 1.5 e raised to minus 1.5x plus e raised to minus 1.5x into 2x x square ന്റെ ഡെറിവേറ്റീവ് ആയല്ലോ. അപ്പോ y ഉം y ഡാഷും ആയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? y of 0 1 എന്നാണ് അല്ലേ. put x is equal to 0 in equation A. എന്താവും? then equation A becomes y of 0 is equal to C1 plus C2. ഇവിടെ 0 കൊടുത്താൽ മതി അല്ലേ. ഇവിടെയൊക്കെ 0 കൊടുക്കാം. അപ്പൊ C1 ഇവിടെ ഇട്ടേ പോകും. C1 into e raised to 0 y of 0 C1 plus 0 ഇവിടെയും 0 ആവും അല്ലേ. എല്ലായിടത്തും 0 ആവും. കാരണം e raised to 5x square അല്ലേ. അപ്പോൾ 0 ആവും. minus 5 into 0 y of 0 1 ആണ്. 1 is equal to C1 ആയി. C1 ന്റെ വാല്യൂ 1 ആയല്ലോ. ഇനി x ന്റെ പ്ലേസിൽ 0 കൊടുത്താലോ ഇക്വേഷൻ ബിയിൽ. അപ്പൊ ഇക്വേഷൻ ബി എന്തായിട്ട് മാറും? y dash 0. what is y dash 0? ഇവിടെ 0 കൊടുക്കുക അല്ലെ. അപ്പൊ C1 into minus 1.5 into e raised to 0 അല്ല. minus 1.5 C1 minus 1.5 C1 ഇവിടെ പ്ലസ് C2 into 1 വരും അല്ലെ. പ്ലസ് C2 പിന്നെ നോക്കുക ഇവിടെ 6 ന് 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു, ഇവിടെ 0 കൊടുത്തു. അപ്പൊ e raised to 0 1 ആയി. minus 5 ഇവിടെ 0 ആയി ടൈം അങ്ങ് പോകും. പക്ഷെ ഇവിടെ 0 ഉണ്ടല്ലേ. ഇത് അങ്ങ് പോകും. അപ്പോൾ എല്ലാം 0 minus 5 into 0 y dash 0 എത്ര തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ? 0. y dash 0 0 തന്നിട്ടുള്ള minus 15 C1 plus C2 minus 1.5 C1 plus C2. അപ്പോൾ ഇവിടെ C2 is 1.5 C1. C2 is 1.5. അപ്പോൾ C2 1.5. ജനറൽ സൊല്യൂഷൻ ഇക്വേഷൻ എ അല്ലേ. അപ്പോൾ ജനറൽ സൊല്യൂഷനിൽ C1 നും C2 നും വാല്യൂ കൊടുത്താലോ. C1 ന് 1 ഉം അല്ലെ C2 ന് 1.5 ഉം കൊടുത്താലോ. hence the general solution becomes
y is equal to c1. 1 plus c2 1.5. 1 plus 1.5x into e raised to minus 1.5x plus minus 5x square e raised to minus 1.5x